നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ NMC പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NMCയുടെ ഫസ്റ്റ് സ്റ്റേജ് ആയ ഓൺലൈനായിട്ട് എങ്ങനെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. മൈ നെയിം ഈസ് പുണ്യ. വെൽക്കം ടു ദ വീഡിയോ. ആദ്യം ഗൂഗിൾ ക്രോമിലേക്ക് വരിക. അവിടെ NMC ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. NMC ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആദ്യത്തെ ലിങ്ക് NMC ഓൺലൈൻ ദ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കയറുക. അപ്പോൾ NMCയുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അതിൽ രജിസ്ട്രേഷനിൽ പോയി ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജോയിൻ ദ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഇത് വരും. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് ആസ് എ നേഴ്സ് ഓർ മിഡ് വൈഫ്, അതിലാണ് നമ്മൾ ക്ലിക്ക്. അതിൽ നെക്സ്റ്റ് വരുന്നത് ട്രെയിൻഡ് ഇൻ UK, ട്രെയിൻഡ് ഔട്ട്സൈഡ് UK, EU ആപ്ലിക്കൻസ് എന്ന് വരും. നമ്മൾ UK തന്നെ പഠിച്ച നേഴ്സസ് ആണെങ്കിൽ ട്രെയിൻഡ് ഇൻ UK ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇന്ത്യയിൽ പഠിച്ചവരാണെങ്കിൽ ട്രെയിൻഡ് ഔട്ട്സൈഡ് UK. അപ്പോൾ നമ്മൾ ട്രെയിൻഡ് ഔട്ട്സൈഡ് UK ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ താഴേക്ക് വരുമ്പോൾ ചെക്ക് യു ആർ റെഡി ടു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഐക്കൺ കാണും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണും. ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസി, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ്, ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഹെഡിങ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് വായിച്ച് നോക്കാവുന്നതാണ്. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഗെറ്റ് യുവർ പ്രീ ആപ്ലിക്കേഷൻ ചെക്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റിലേക്കായിരിക്കും. അവിടെ ചെക്ക് ലിസ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്, എല്ലാ സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റെപ്സും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ടേക്ക് ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസ്, CVയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ, രജിസ്ട്രേഷൻ, കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ, ഇവാലുവേറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. അതിനകത്ത് ബിഗിൻ യുവർ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. ബിഗിൻ യുവർ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ ഒരു പിങ്ക് കളറിൽ ഐക്കണുണ്ട്. സ്റ്റാർട്ട് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ വായിച്ച് നോക്കുക എന്താണെന്ന് കൊടുത്തിരിക്കുന്നത്. വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിൽ അവിടെ ഐ വാണ്ട് ടു രജിസ്റ്റർ ആസ് എ നേഴ്സ്, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് അഡൽട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. പീഡിയാട്രിക് ആണെങ്കിൽ പീഡിയാട്രിക് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ വരുന്നത് വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നുണ്ടോ എന്നുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഐ ഹാവ് നോട്ട്, പിന്നില്ല എന്ന് കാണിക്കുന്ന രീതിയിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കൺട്രി, നാഷണാലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ സെലക്ട് ചെയ്യുക. നമ്മുടെ കൺട്രി ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രി യു ട്രെയിൻഡ് ഇൻ, നിങ്ങൾ എവിടെയാണോ പഠിച്ചത്, ഇന്ത്യയിലാണ് പഠിച്ചെങ്കിൽ ഇന്ത്യ, UK പഠിച്ചെങ്കിൽ UK, എവിടെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ പഠിച്ച കൺട്രിയുടെ പേരും ക്ലിക്ക് ചെയ്യുക. രണ്ടും ഇന്ത്യയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യു ആർ അപ്ലൈയിങ് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് അഡൽട്ട്, അവിടെ എന്തെങ്കിലും എഡിറ്റ് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കൺട്രി കൊടുത്തതിലും ഒന്ന് വായിച്ച് നോക്കുക. എഡിറ്റ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എല്ലാം ഒന്ന് വായിച്ച് നോക്കി ഐ അണ്ടർസ്റ്റുഡിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തൊട്ടാണ് നമ്മുടെ NMC പ്രോസസ്സിൻ്റെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് ടൈം എടുത്ത് ടൈപ്പ് ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ താഴെ കൺഫേം ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അതും ടൈപ്പ് ചെയ്യുക. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ആയിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. NMC നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരേ ഒരു വഴി ഇമെയിലാണ്. സോ കെയർഫുള്ളായിട്ട് വേണം ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നെയിം ടൈപ്പ് ചെയ്യുക. നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മിസ്സാണോ മിസ്സിസ് ആണോ എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ കൊടുക്കുക. പാസ്പോർട്ടിലുള്ള പോലെ തന്നെ പേര് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും. നമ്മൾ അല്ലാത്ത ഷോർട്ട് ഫോംസ് ഒന്നും യൂസ് ചെയ്യാതെ പാസ്പോർട്ടിലുള്ള പോലെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് പേര് ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. ജെൻഡർ, പിന്നെ നമ്മുടെ ടെലഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, കൺട്രി ഓഫ് റെസിഡൻസ് ഇന്ത്യയാണ്. പിന്നെ നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യുക. താഴെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. പിന്നെ അണ്ടർസ്റ്റുഡ് ആൻഡ് അക്സെപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ പേജ് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജാണ്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ പാസ്വേഡ് കൺഫേം ചെയ്യുക. പാസ്വേഡ് ഓർത്തിരിക്കാൻ മറക്കരുത്. പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മെയിൽ അക്കൗണ്ടിലേക്ക്, ജിമെയിലിൻ്റെ അക്കൗണ്ടിലേക്ക് NMCയിൽ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വരും. അക്കൗണ്ട് സെറ്റപ്പിൻ്റെ ഒരു ലിങ്ക് ആയിരിക്കും വരുന്നത്. ആ ലിങ്ക് 24 hours മാത്രമേ വാലിഡ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ജിമെയിൽ അക്കൗണ്ടിൽ പോയിട്ട് ആ മെയിൽ തുറന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതുവഴി കയറണം. അതുവഴി കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അവിടെ വീണ്ടും നമ്മൾ നമ്മുടെ മെയിൽ ID നമ്മൾ സെറ്റപ്പ് ചെയ്ത പാസ്വേഡും ടൈപ്പ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യുക.
ഇൻ കേസ് നമ്മുടെ പാസ്വേഡ് എപ്പോഴെങ്കിലും മിസ്സായാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ NMCയുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ അക്കൗണ്ടിൻ്റെ പേജ്. ഇവിടെ നമ്മുടെ സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ്, നെയിം എല്ലാം കാണാം. പിന്നെ നമുക്ക് മേളൊരു NMC PRN നമ്പർ ഉണ്ട്. അതാണ് നമ്മുടെ PRN നമ്പർ. ഇവിടെ നമുക്ക് എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മുടെ ഇൻ പ്രിപ്പറേഷൻ, ഓപ്പൺ ഇൻ പ്രിപ്പറേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് കാണിക്കും. ആ ആപ്ലിക്കേഷൻ പ്രിപ്പറേഷൻ്റെ നേരെ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജിലേക്ക് ഓപ്പൺ ആവുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ 2 കൊടുക്കുക. കുട്ടികളുള്ളവർക്കൊക്കെ അതനുസരിച്ച് ഓപ്ഷൻസ് വായിച്ച് നോക്കി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡിസബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പ്രിഫർ നോട്ട് ടു സേയുടെ ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം വാട്ട് ഈസ് യുവർ എത്നിക് ഗ്രൂപ്പ്, അടുത്ത ഏഷ്യൻ ഓർ ഏഷ്യൻ ബ്രിട്ടീഷ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഇൻഡിക്കേറ്റഡ് എത്നിക് ഗ്രൂപ്പ്, അതിൽ നമ്മൾ ഇന്ത്യൻ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്, ജെൻഡർ വുമൺ അല്ലെങ്കിൽ മെൻ, നമ്മുടെ ജെൻഡർ ക്ലിക്ക് ചെയ്യുക. ഡസ് യുവർ ജെൻഡർ ഐഡന്റിറ്റി മാച്ച് യുവർ സെക്സ് രജിസ്റ്റേർഡ് അറ്റ് ബർത്ത് ഓർ വിത്തിൻ 6 വീക്ക് എന്നാണ്. അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. നാഷണൽ ഐഡന്റിറ്റി ചോദിച്ചിട്ടുണ്ട്, അത് ഇൻസൈഡ് UK ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾക്ക് അതേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇന്ത്യയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്, റിലീജിയൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സെക്ഷൽ ഓറിയന്റേഷൻ ചോദിച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ ഹെറ്ററോസെക്ഷൽ ഓർ സ്ട്രെയിറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രിഫർ നോട്ട് ടു സേ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ കെയർഫുള്ളായിട്ട് പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പ്രൂഫ്. സോ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്പോർട്ട് നമ്പർ, കൺട്രി ഓഫ് ഇഷ്യൂ, എക്സ്പയറി ഡേറ്റ്, പാസ്പോർട്ടിൽ തന്നെ ഉണ്ടാവും എക്സ്പയറി ഡേറ്റ്, അത് ടൈപ്പ് ചെയ്യുക. പാസ്പോർട്ട് നോക്കി അപ്ലോഡ് എ കോപ്പി ഓഫ് പാസ്പോർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് പാസ്പോർട്ടിൻ്റെ ഒരു PDF കോപ്പി അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുള്ള പേജാണ് ഓപ്പൺ ആയി വരുന്നത്. അതിൽ ക്വാളിഫിക്കേഷൻ ഗെയിൻഡ് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് ടൈപ്പ് ചെയ്യുക. ഡേറ്റ് സ്റ്റാർട്ടഡ്, നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ടൈപ്പ് ചെയ്യുക. ഡേറ്റ് അവാർഡഡ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ BSc നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് താഴെ ഒരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അവാർഡഡ് ഡേറ്റ് ടൈപ്പ് ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ടൈപ്പ് ചെയ്യുക. കോളേജിൻ്റെ പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിഡ് യു യൂസ് ദിസ് ക്വാളിഫിക്കേഷൻ ടു രജിസ്റ്റർ ഇൻ ദ കൺട്രി യു ട്രെയിൻഡ് ഇൻ, അവിടെ യെസ് കൊടുക്കുക. നമ്മളിവിടെ രജിസ്റ്റേർഡ് ആണ് ഓൾറെഡി, അതുകൊണ്ട് യെസ് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ BSc നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ PDF കോപ്പി അപ്ലോഡ് ചെയ്യുക. പ്ലീസ് കൺഫേം ദ നെയിം യുവർ ക്വാളിഫിക്കേഷൻ വാസ് അവാർഡഡ് ഇൻ എന്നുള്ളിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നെയിം, പാസ്പോർട്ട് നെയിം ഫിൽഡായി കിടപ്പുണ്ടായിരിക്കും. നിങ്ങളുടെ പേര് പാസ്പോർട്ടിൽ ചിലപ്പം ചേഞ്ച് ആണ്, സർട്ടിഫിക്കറ്റിലെ പോലെ അല്ല എങ്കിൽ അവിടെ എഡിറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റിലുള്ള പോലെ പേര് കൊടുക്കുക. നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരുന്നത് യുവർ ട്രെയിനിങ് റെഗുലേറ്റർ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ആയിരിക്കുന്ന കൗൺസിൽ ഏതാണെന്ന് വെച്ചാൽ കേരള നഴ്സിംഗ് കൗൺസിലോ കർണാടകയോ തമിഴ്നാടോ ഏത് കൗൺസിലാന്ന് വെച്ചാൽ ആ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. സോ വിത്ത് വിച്ച് പ്രൊഫഷണൽ റെഗുലേറ്റർ ഡിഡ് യു രജിസ്റ്റേർഡ് ഇൻ ദ ക്വാളിഫിക്കേഷൻ, അവിടെ നമ്മുടെ കൗൺസിലിന്റെ പേര് കേരള നഴ്സിംഗ് കൗൺസിൽ ആണെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിൽ, തമിഴ്നാടാണെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കേരള നഴ്സിംഗ് കൗൺസിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻ വിച്ച് പ്രൊഫഷൻ ഡിഡ് യു രജിസ്റ്റേർഡ്, നമ്മൾ നേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ KNMC സർട്ടിഫിക്കറ്റിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ ഡേറ്റിൽ അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ എന്നാണോ എടുത്ത് അന്നത്തെ ഡേറ്റ് ടൈപ്പ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് ഉള്ള പോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അപ്ലോഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ KNMC, അതായത് KNMCയോ ഏത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണോ ഉള്ളത് അതിൻ്റെ PDF കോപ്പി അപ്ലോഡ് ചെയ്യുക. താഴെ പേരിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പാസ്പോർട്ടിലുള്ള പോലെ അല്ല. സർട്ടിഫിക്കറ്റിൽ എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ പേരോടെ ടൈപ്പ് ചെയ്യുക. ആർ യു കറന്റ് രജിസ്റ്റേർഡ് വിത്ത് ദിസ് റെഗുലേറ്റർ, അവിടെ നമ്മൾ യെസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. സോ യെസ് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ സമ്മറി ആണ് കാണിക്കുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത പാസ്പോർട്ട്, പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. എല്ലാം കെയർഫുൾ ആയിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്തെങ്കിലും എഡിറ്റോ ഡേറ്റിലോ എന്തെങ്കിലും എഡിറ്റ് വേണമെങ്കിൽ എല്ലാം എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത ശേഷം ഡിക്ലറേഷൻസ് ഉണ്ട്, അത് ഡിക്ലറേഷൻസ് വായിച്ചു നോക്കി എല്ലാം കൺഫേം ചെയ്യുക.
അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെന്റിനുള്ള പേജിലേക്കാണ് വരുന്നത്. ഇവിടെ മേക്ക് എ പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. മേക്ക് എ പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം NMCയുടെ പേജ് റീഡയറക്റ്റ് ചെയ്ത് പോയി പേയ്മെന്റ് പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് 140 GBP 140 ബ്രിട്ടീഷ് പൗണ്ട് ആണ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇത് നമ്മുടെ ഫസ്റ്റ് പേയ്മെന്റ് ആണ്. ഈ പേയ്മെന്റോട് കൂടി നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ പേയ്മെന്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഈ പേജ് വന്നിട്ട് കാർഡിലുള്ള പേയ്മെന്റ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പേ ചെയ്യുക. പേയ്മെന്റ് സക്സസ് ആയി കഴിയുമ്പോൾ നമുക്കൊരു പേയ്മെന്റ് കൺഫർമേഷൻ പേജ് വരും. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിലിലേക്ക് ഒരു പേയ്മെന്റ് കൺഫർമേഷൻ മെയിലും വരുന്നതായിരിക്കും. ഇത് താങ്ക് യു ഫോർ യുവർ ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് പേജ് ആണ്. ഇവിടെ താഴെ റിട്ടേൺ ടു ഹോം പേജ് എന്നൊരു ഇതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ NMCയുടെ മെയിൻ ഹോം പേജിലേക്ക് പോകും. വീണ്ടും തിരിച്ച് നമ്മുടെ ഹോം പേജിൽ വന്നിരിക്കുകയാണ്. ഹോം പേജിൽ ഇൻ പ്രിപ്പറേഷൻ അവിടെ ടിക്ക് വീണിട്ടുണ്ടാവും. നെക്സ്റ്റ് തേർഡ് പാർട്ടി വെരിഫിക്കേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ കേരള നേഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള ഇത് വെരിഫിക്കേഷൻ മെയിൽ പോയി കഴിയുമ്പോൾ അവിടെയും ഇതുപോലെ ഗ്രീൻ ടിക്ക് വീഴും. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ റെഗുലേറ്ററി വെരിഫിക്കേഷൻ, അവിടെയും ടിക്ക് വീഴുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ കാണിച്ച പോലുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്ത് എല്ലാവരും NMC അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. NMCയുടെ എല്ലാ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടൈം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.